ഭിന്നശേഷി യുവാവിനോട് SFIയുടെ ക്രൂരത. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ SFIക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. 3 SFI പ്രവർത്തകർക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ഭിന്നശേഷി കമ്മീഷനിൽ നേരിട്ടെത്തി വിദ്യാർത്ഥി പരാതി നൽകുകയായിരുന്നു. കോളേജിലെ ഇടിമുറിക്കുള്ളിൽ വെച്ചായിരുന്നു ഭിന്നശേഷിക്കാരനായ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എന്തായിരുന്നു സംഭവം? രോഹിണി, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ കോളേജിലുള്ള ഇടിമുറിയിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം മോശമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഈ ഞാൻ സൂചിപ്പിച്ച ഈ വിദ്യാർത്ഥി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി കാലിന് സ്വാധീനം കുറവുള്ള ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വൈകല്യത്തെ കളിയാക്കുകയും വൈകല്യത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ആ കുട്ടിയുടെ മുഖത്ത് നോക്കി മോശം അസഭ്യം വാക്കുകൾ പറയുകയും തുടർന്ന് ആ കുട്ടിയുടെ ഇടത് കാല് യൂണിറ്റ് സെക്രട്ടറി കൂടിയായ മിഥുൻ ഉദയ എന്ന് പറയുന്ന യൂണിറ്റ് സെക്രട്ടറി ആ കുട്ടിയുടെ കാല് ചവിട്ടി ഞെരിക്കുകയും ചെയ്തു എന്നാണ് ഈ കുട്ടി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ ആ സമയത്തൊന്നും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. തുടർന്നാണ് മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ 3 പേർക്കെതിരെ SFI നേതാക്കന്മാരായിട്ടുള്ള 3 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വിധു ഉദയ, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അമൽ ചന്ദ്, അതോടൊപ്പം തന്നെ യൂണിറ്റ് അംഗം കൂടിയായിട്ടുള്ള മിഥുൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്, ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ഈ കുട്ടിയെ SFI യൂണിയനിൽ ചേരാനായിട്ട് നിർബന്ധിച്ചിരുന്നു. പക്ഷേ വിദ്യാർത്ഥി അതിന് വിസമ്മതിച്ചു. ഇത്തരത്തിൽ ഈ യൂണിറ്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ SFIയിൽ ചേരാനുള്ള വിമുഖത അറിയിച്ചതിനെ തുടർന്നാണ് കുട്ടിയുടെ മോശമായി പെരുമാറിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ഭിന്നശേഷി കമ്മീഷനിലെത്തി നേരിട്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇതുവരെ നടപടികൾ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഈ വിദ്യാർത്ഥിയെ ഇടിമുറിയിൽ കൊണ്ടുപോയാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വളരെ മോശമായ രീതിയിലാണ് ആ വിദ്യാർത്ഥിയോട് ഇടപഴകുന്നതും. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോഴും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ ഇടിമുറികളുണ്ട്. SFI യൂണിറ്റ് നേതൃത്വത്തിൽ ഇടിമുറികളുണ്ട്. കുട്ടികൾ യൂണിറ്റിൽ ചേരാതിരിക്കുമ്പോൾ കുട്ടികളെ മർദ്ദിക്കുന്ന പ്രവണത പതിവാണെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രോഹിണി, ടിൻഡു, നമുക്കറിയാം SFIയുടെ ക്രൂരത പല രീതിയിലാണ് ക്യാമ്പസുകളിൽ അഴിഞ്ഞാടുന്നത്. ഈ ഭിന്നശേഷി യുവാവിനോട് ഇത്രയധികം ക്രൂരത കാണിക്കാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് SFIയുടെ ഈ ഇടിമുറി ഇപ്പോഴുമുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പല കുട്ടികളും ഇത് ഭയന്നിട്ട് പുറത്തു പറയാൻ പോലും മടിക്കുന്നു. പല അധ്യാപകരും SFIയോടുള്ള ആഭിമുഖ്യം കാരണം പുറത്തു പറയാൻ മടിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അവിടെ ഇപ്പോഴും ഈ ഇടിമുറിയുണ്ട്. SFI ആരെയൊക്കെ ഉന്നം വയ്ക്കുന്നു അവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇടിച്ച് ചതയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ യൂണിറ്റിൽ ചേരാൻ വിസമ്മതം കാണിക്കുന്ന 1ാം വർഷ വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് കുട്ടികളോട് ക്രൂരമായിട്ട് ഇടപഴകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ വിദ്യാർത്ഥികൾ യൂണിറ്റിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ചു പോകാനുള്ള വിസമ്മതം അറിയിക്കുമ്പോഴാണ് കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റു പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ യൂണിറ്റുകൾ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഘടനാ ആശയങ്ങൾ അവിടെ ഉയർത്താൻ അനുവദിക്കാതെ അവരെ അടിച്ചമർത്തുന്ന, അതായത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കോളേജിലും ഭൂരിഭാഗം കോളേജുകളിലും ഇവരുടെ പ്രവണത ഇത് തന്നെയാണ്. മറ്റ് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാതിരിക്കാനായിട്ടും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോകാതിരിക്കാനുമായിട്ടുള്ള അക്രമ സ്വഭാവമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സംഭവിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറികൾ ഇപ്പോഴും തുറന്നു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ കുട്ടികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള അക്രമങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികളെ പൈശാചികമായിട്ടാണ് കുട്ടികളോട് ഇടപഴകുന്നത്. ഈ സംഘടനയുടെ നേതൃത്വം ആദർശനാണ് SFIയുടെ ജില്ലാ നേതൃത്വമുള്ളത്. ആദർശ് നമുക്കറിയാം കഴിഞ്ഞ കലോത്സവത്തിന് KSE SFI അല്ലെങ്കിൽ സംഘർഷം നടക്കുന്ന സമയത്ത് പോലീസിന് മുന്നിൽ വെച്ച് തന്നെ വലിയ രീതിയിൽ പോലീസിന് മുന്നിൽ വെച്ച് ഈ ഡെസ്കിന്റെ കാല് വലിച്ചെടുത്തുകൊണ്ട് കൂടെയുള്ള വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ദൃശ്യമൊക്കെ ജനം TV തന്നെയാണ് അന്ന് പുറത്തുവിട്ടത്. അപ്പോൾ അത്തരത്തിൽ SFIയുടെ ഭാഗത്തു നിന്നുള്ള ക്രൂര നിലപാടുകൾ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ടെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടിൻഡു, അതോടൊപ്പം ഒരു കാര്യം കൂടി, നിലവിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി ഭിന്നശേഷി കമ്മീഷനിലും പരാതി നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർ നടപടികൾ എപ്രകാരമായിരിക്കുമെന്നാണ് കരുതേണ്ടത്?
നിലവിലിപ്പോൾ 3 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവർക്കെതിരെ കോളേജ് അല്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് 2 ദിവസം കഴിയുമ്പോഴാണ് പരാതി സ്വീകരിക്കുന്നത്, ഇതിന്മേൽ കേസ് എടുക്കുന്നതും. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ ഈ മർദ്ദന കേസുകളും അതോടൊപ്പം തന്നെ കുട്ടികളെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലീസ് എപ്പോഴും നിസ്സംഗതയോട് കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ ഘട്ടത്തിലും 2 ദിവസം വൈകുമ്പോഴാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസ് ഇനി എത്ര കാലം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടികളും ആരംഭിച്ചിട്ടില്ല. SFI എന്ന പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഭയക്കുന്നു, അല്ലെങ്കിൽ കോളേജ് വരെ ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമോ എന്നൊരു കാര്യത്തിലാണ് ആശങ്ക. നമുക്കറിയാം, ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി പഠനത്തിന് വേണ്ടി വരുമ്പോൾ അവരെ പോലും വെറുതെ വിടുന്നില്ല. നമുക്കറിയാം, ഈ ആഴ്ചയിൽ ഭിന്നശേഷി സൗഹൃദ വാരാഘോഷമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ ഭിന്നശേഷി വകുപ്പ് മന്ത്രിയും ഈ വാരാഘോഷങ്ങൾ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെയിലാണ് തലസ്ഥാന നഗരിയിൽ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോളേജിൽ ഒരു വിദ്യാർത്ഥി SFI എന്ന അക്രമ പ്രസ്ഥാനത്തിന് ഇരയാകേണ്ടി വന്നത്. ആ കുട്ടിയെ വളരെ പൈശാചികവും ക്രൂരവുമായിട്ടാണ് ആ ഇടിമുറിക്കകത്ത് ആ കുട്ടിയോട് ഇടപഴകിയിട്ടുള്ളത്. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മിഥുൻ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മിഥുൻ ഉദയ ആ കുട്ടിയോട് വളരെ മോശമായിട്ട്, വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ, മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ആ കുട്ടി ആ യൂണിറ്റിൽ ചേരാനുള്ള വിസമ്മതം അറിയിക്കുമ്പോൾ അതിൻ്റെ കാല് ചവിട്ടി തിരിക്കുകയും ഷൂ ഉപയോഗിച്ചുകൊണ്ടാണ് ചവിട്ടി തിരിച്ചത്. അപ്പോൾ അത് അത്രയും മാനസികമായിട്ട് വേദനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തരത്തിൽ ഭിന്നശേഷി കമ്മീഷനിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുള്ളത്. അതായാലും നടപടികളുമായിട്ട് ഈ വിദ്യാർത്ഥി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിൽ കോളേജ് എടുക്കുന്ന നിലപാട് എന്താണ്, പോലീസ് എത്തരത്തിൽ ഈ കേസ് അന്വേഷിക്കും തുടങ്ങിയ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത്. ശരി ടിൻഡു, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ അഴിഞ്ഞാട്ടം വീണ്ടും. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.